നമസ്കാരം. പുതിയ ഒരു വിഷയവുമായി വട്ടമേശ വീണ്ടും. കേരളത്തിൽ പുതിയ ഒരു ഗവൺമെൻറ് അധികാരം ഏറ്റിരിക്കുന്നു. CPM നേതാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള പുതിയ ഇടതുപക്ഷ ഗവൺമെൻറ്, വാശിയേറിയ ഒരു തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയ ഗവൺമെൻറ്. ഈ ഗവൺമെൻറ്റിൻ്റെ സ്ത്രീപക്ഷ കാഴ്ചപ്പാട് എന്ത് എന്നുള്ളതാണ് ഇന്ന് വട്ടമേശ അന്വേഷിക്കുന്നത്. സ്ത്രീപക്ഷ കാഴ്ചപ്പാട് എന്ന് പറയുമ്പോൾ അതിന് രണ്ട് മാനങ്ങളുണ്ട്. ഒന്ന്, കേരളത്തിലെ സ്ത്രീ സമൂഹം ഈ സർക്കാരിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു, കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് കൊടുക്കാൻ ഈ സർക്കാരിന് എന്തുണ്ട്. വളരെ വിശേഷപ്പെട്ട എന്നാൽ അത്യധികം സങ്കീർണമായ ഈ വിഷയത്തിലേക്ക് വട്ടമേശ കടന്നു ചെല്ലുകയാണ്. വട്ടമേശയിൽ പങ്കെടുക്കുന്നത് പ്രശസ്ത സാമ്പത്തിക വിദഗ്ധയും മുൻ കോളേജ് അധ്യാപികയുമായ ഡോക്ടർ മേരി ജോർജ്, ചലച്ചിത്ര പ്രവർത്തകയായ ഭാഗ്യലക്ഷ്മി, SN സന്ധ്യ സാമൂഹ്യ പ്രവർത്തക. വട്ടമേശ ആരംഭിക്കുന്നു. ആദ്യം ഡോക്ടർ മേരി ജോർജ്, ഈ ഗവൺമെൻറ്റിനെ കുറിച്ച് സ്ത്രീ സമൂഹത്തിൻ്റെ പ്രതീക്ഷ എന്ത്? ഈ ഗവൺമെൻറ്റിന് ഇപ്പോൾ നമ്മൾ കണ്ടെടുത്തോളം മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് ഒരു മുതിർന്ന IAS ഉദ്യോഗസ്ഥ, അഡീഷണൽ ചീഫ് സെക്രട്ടറി നളിനി നെറ്റോയെ നിയോഗിച്ചിരിക്കുന്നു. 2 മുതിർന്ന വനിതാ IPS ഉദ്യോഗസ്ഥർക്ക് നിർണായകമായ സ്ഥാനം നൽകിയിരിക്കുന്നു. കാരണം അധികാര കേന്ദ്രങ്ങളിലേക്ക് സ്ത്രീകൾ കടന്നു വന്നിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ 2 വനിതാ അംഗങ്ങൾ, വനിതാ രാഷ്ട്രീയ പ്രവർത്തകർ, നേതാക്കന്മാർ കടന്നു വന്നിരിക്കുന്നു. സ്വാഭാവികമായിട്ടും സ്ത്രീകളോടുള്ള ഒരു പുതിയ കാഴ്ചപ്പാട്, അത് സമൂഹത്തിന് നൽകുന്ന സന്ദേശം, നമ്മളെങ്ങനെ നിർവചിക്കും? അതായത് ഈ മന്ത്രിസഭ ഫോം ചെയ്യുന്നതിനും ഈ ഇലക്ഷന് മുമ്പ് തന്നെ മാർക്സിസ്റ്റ് പാർട്ടി സ്ത്രീകളുടെ ശാക്തീകരണം മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിലെ സ്ത്രീകൾക്ക് വളരെ കൂടുതൽ ഇനിയും ചെയ്യാനുണ്ട്, അവർക്ക് അവസരങ്ങൾ കൊടുക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു പ്രക്രിയയായിരുന്നു വനിതാ പാർലമെൻറ്റ്. എറണാകുളത്ത് വെച്ച് വനിതാ പാർലമെൻറ്റ് കൂടി അതിലുണ്ടായ സവിസ്തരമായ ചർച്ചകളും എല്ലാം കേട്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇത് വ്യത്യസ്തമായ ഒരു അപ്രോച്ചാണ്. കാരണം ഇന്ത്യയിലെ വേറെ ഒരു സംസ്ഥാനങ്ങളിലും ഒരു രാഷ്ട്രീയ പാർട്ടിയും ശ്രമിച്ചു നോക്കാത്ത അല്ലെങ്കിൽ ഒന്നായിരുന്നു ഈ വനിതാ പാർലമെൻറ്റ്. ആ വനിതാ പാർലമെൻറ്റിൽ പങ്കെടുത്ത അറ്റം തൊട്ട് താഴെ അറ്റം വരെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നവരെല്ലാവരും വളരെ നന്നായി ചർച്ചയിൽ പങ്കെടുക്കുകയും മറ്റും എല്ലാം ചെയ്തിരുന്നു. അപ്പോൾ അത് തന്നെ സ്ത്രീകൾക്ക് അവസരം കിട്ടിയാൽ അവരെങ്ങനെ അവസരത്തിനൊത്ത് ഉയരും എന്നതിൻ്റെ തെളിവായിട്ട് നമുക്ക് സ്വീകരിക്കാമായിരുന്നു. അതിനെ തുടർന്ന് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു മാർക്സിസ്റ്റ് പാർട്ടി ഇത്രയും വലിയ ഭൂരിപക്ഷത്തോടെ ഭരണത്തിൽ വരാൻ തന്നെ ഈ തരത്തിലുള്ള ഒരു വനിതാ പാർലമെൻറ്റ്, അതായത് വനിതകൾക്ക്, അഭ്യസ്ത വിദ്യരായ വനിതകൾക്ക് അവരുടെ മഹത്വം തിരിച്ചറിയുന്ന ഒരു പാർട്ടി. മാർക്സിസ്റ്റ് പാർട്ടിയിലെ എല്ലാവരും ഇത് തിരിച്ചറിയുന്നു എന്ന് ഞാൻ പറയുന്നില്ല. കാരണം അതിന് അപവാദങ്ങൾ അതിനിടയ്ക്കും ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് TP ചന്ദ്രശേഖരൻ്റെ ഭാര്യ ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിന്നിട്ട് അവരെ ഉപദ്രവിക്കുകയും അവരോട് നിങ്ങളെ 52 വെട്ടി കൊല്ലുകയും ചെയ്യുന്നൊക്കെ പറഞ്ഞത് ഞാൻ മറന്നിട്ടില്ല. അപ്പോൾ പാർട്ടിയിൽ സ്ത്രീകളെ അവഹേളിക്കാൻ തയ്യാറുള്ളവർ, സ്ത്രീകളുടെ മഹത്വം മനസ്സിലാക്കാത്തവർ ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ അന്താരാഷ്ട്ര തലത്തിൽ സ്ത്രീകൾ എങ്ങനെ ശാക്തീകരിക്കപ്പെടുന്നു, സ്ത്രീകളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ഏതെല്ലാം തലത്തിൽ സ്വരം ഉയരുന്നു, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് UN വിമൻ, അതായത് സ്ത്രീകൾക്ക് യുണൈറ്റഡ് നേഷൻസിൻ്റെ ആദ്യകാലം മുതൽ സ്ത്രീകൾക്ക് വേണ്ടി ഒരുപാടൊക്കെ ശബ്ദമുയർത്തിയെങ്കിലും കാര്യമായിട്ടൊന്നും നടന്നില്ലെന്നും പറഞ്ഞാണ് 2000-കളിൽ UN വിമൻ കൊണ്ടുവന്നത്. അപ്പം ഈ UN വിമൻ എന്ന് പറയുന്ന സംഘടന തന്നെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും സ്ത്രീകളുടെ ശാക്തീകരണത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ വനിതാ ശാക്തീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ബജറ്റിൽ തന്നെ വനിതാ ബജറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഇത് കൊണ്ടുവന്നു. അത് 1996 ഇന്ത്യയിൽ കൊണ്ടുവന്നു. കേരളത്തിൽ ഡോക്ടർ ഐസക്കാണ് കഴിഞ്ഞ LDF ഗവൺമെൻറ് കാലത്ത് ആദ്യം അത് കൊണ്ടുവന്നത്. UDF ഗവൺമെൻറ് അത് തമസ്കരിച്ചു കളഞ്ഞു. പക്ഷേ വീണ്ടും ഇപ്രാവശ്യം അത് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കും. ഇങ്ങനെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ ആഗോള തലത്തിൽ വനിതാബന്ധിയായ കാര്യങ്ങളെപ്പറ്റി സമഗ്രമായി മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന നല്ല നേതാക്കന്മാരുണ്ട് എന്നതിൻ്റെ തെളിവായിട്ടാണ് ഞാൻ മാർക്സിസ്റ്റ് പാർട്ടി വനിതാ പാർലമെൻറ്റ് നടത്തിയത്. അതുപോലെ തന്നെ അതിനുശേഷം വലിയ ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചു വന്നു കഴിഞ്ഞപ്പോൾ 2 മന്ത്രിമാർ നമുക്ക് പറയാം. ഇനി അവർ ശക്തരും കൂടി ആയിരിക്കണേ, കാര്യക്ഷമതയുള്ളവരും കൂടി ആയിരിക്കണേ എന്നാണ് എനിക്ക് അവരുടെ വ്യക്തി പ്രഭാവം അറിയത്തില്ല.
പക്ഷേ അവർ വളരെ അതായത് കാര്യക്ഷമതയുള്ളവരായിരിക്കും. അവർക്ക് കൊടുത്തിരിക്കുന്ന വകുപ്പുകളും വളരെ പ്രധാനപ്പെട്ട വകുപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അതുപോലെ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ പോലീസിൻ്റെ തന്നെ ക്രമസമാധാനവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട 2 സ്ഥാനങ്ങളുടെ ഹെഡായിട്ട് വെച്ചിരിക്കുന്നു സ്ത്രീകളെ തന്നെ, വനിതാ പോലീസ് IPSകാരെ തന്നെ. അതുപോലെ നളിനി നെറ്റോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, വളരെ പ്രാഗൽഭ്യം തെളിയിച്ച ഒരു IAS വനിത ആണ്. അവരെ തന്നെ അദ്ദേഹം പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് വെച്ച്. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ തന്നെയുമല്ല, കാര്യക്ഷമത എവിടെയുണ്ടോ അത് മനസ്സിലാക്കാൻ കഴിവുള്ള പ്രാപ്തിയുള്ള ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന് തന്നെയാണ് ഞാൻ ഇക്കാലം കൊണ്ട് മനസ്സിലാക്കിയിരിക്കുന്നത്. ഭാഗ്യലക്ഷ്മി, എന്താണ് ഭാഗ്യലക്ഷ്മിയുടെ ഒരു വീക്ഷണം ഇതേക്കുറിച്ച്? ഈ ഗവൺമെൻറ് യഥാർത്ഥത്തിൽ ജനങ്ങൾ ഒരു മാനസികമായി ആകെ തകർന്നിരിക്കുന്നൊരു സമയത്താണ് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് വന്നതും ഇതിൽ കൂടി മനസ്സ് മടുത്തിട്ട് ഇനി വരുന്ന ഈ ഗവൺമെൻറ്റിൽ ഒരുപാട് പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്ത് ഇവരെ മുൻനിരയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും സാധാരണ സ്ത്രീകളെ സംബന്ധിച്ച് ഒരുപാട് പ്രതീക്ഷകളുണ്ട് ഈ ഗവൺമെൻറ്റിനോട്. എന്തെല്ലാമാണ് ഇനി സ്ത്രീകൾക്ക് അതിൽ സ്ത്രീ സുരക്ഷിതത്വം, അല്ലെങ്കിൽ വൈദ്യരംഗത്ത് സ്ത്രീകൾക്ക് ആവശ്യമുള്ളത്, അതുപോലെ വിലവർധന, ഇങ്ങനെ ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ഇപ്പോൾ ടീച്ചർ പറഞ്ഞതുപോലെ ശ്രീലേഖ IPS പോലെ ഒരു വ്യക്തി അങ്ങനെ ഒരു പൊസിഷനിൽ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി സാധാരണ സ്ത്രീകൾക്ക് എനിക്ക് പോയി സംസാരിക്കാം ധൈര്യമായിട്ട് എന്നൊരു വിശ്വാസം അവിടെ വരികയാണ്. അതാണ് അതിൻ്റെ എനിക്ക് മനസ്സിലായി ഏറ്റവും വലിയൊരു. നമ്മൾ പിണറായി വിജയനെ കാണുമ്പോഴേ പിണറായി വിജയൻ അങ്ങനത്തെ ഒരു റൊമാൻറ്റിക് മുഖം എന്നുള്ള ആളല്ല, ഒരു പരുക്കൻ രാഷ്ട്രീയ മുഖം. അദ്ദേഹം ഇങ്ങനെയൊരു സ്ത്രീ സൗഹൃദ നിലപാട് സ്വീകരിക്കുമെന്ന് ഞാനതിലും വിചാരിച്ചിരുന്നതല്ല. പക്ഷെ അദ്ദേഹം കയറിയപ്പോൾ തന്നെ ആദ്യത്തെ മന്ത്രിസഭയുടെ തീരുമാനം തന്നെ ജിഷ വധക്കേസ് അന്വേഷിക്കുന്നു, അതിനുവേണ്ടി സന്ധ്യയെ നിയോഗിക്കുന്നു. സ്വാഭാവികമായിട്ടും അതിൽ എനിക്ക് തോന്നി, നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഊഹമായിരിക്കാം, ഇതിന് മുൻപത്തെ ഗവൺമെൻറ്റിൽ സ്ത്രീ എന്ന് പറയുന്ന ഒരു അവഹേളിക്കപ്പെട്ട ഒരു വർഗമായിട്ട് ഇങ്ങനെ എനിക്ക് തോന്നിയത്. ഒരു ഇത്ര വൃത്തിയിട്ട ഒരു ആരെയും ആവട്ടെ, അല്ല പൊതുവെ അത് ഗവൺമെന്റ് ആവട്ടെ പൊതുജനമാവട്ടെ എല്ലാവരും സ്ത്രീകളെ കുറിച്ച് വളരെ പുച്ഛത്തോടെ കണ്ടിരുന്ന ഒരു സമൂഹമാണ്. അത് കഴിഞ്ഞിട്ടാണ് ഈ ഗവൺമെന്റ് വരുന്നത്. അപ്പോൾ അങ്ങനെയല്ല, സ്ത്രീകൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, സ്ത്രീകൾക്ക് എന്തും ചെയ്യാൻ പറ്റും, ഒരു ഗവൺമെന്റിനെ താഴെയിടാനും പറ്റും, ഒരു നേതാവിനെ നേതാവാക്കാനും പറ്റും എന്ന് മനസ്സിലാക്കിയ ഒരു നേതാവായിരിക്കാം. മനസ്സിലായില്ലേ? ഇപ്പം നമുക്ക്, ഞാൻ 2-3 പ്രാവശ്യം സെക്രട്ടേറിയറ്റിൽ പോകുമ്പോൾ നമുക്ക് പേടിയാണ്. കാരണം ഇവർ എന്ത് കണ്ണോട്ടത്തോടു കൂടെയാണ് അവിടെ ഉള്ളവർ സ്ത്രീകളെ ഇതൊക്കെ പേടിയാണ്. നമുക്കൊരു മന്ത്രിയെ കാണണം എന്ന് പറയുമ്പോൾ അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടൊക്കെ മാറിയിട്ട് സ്ത്രീകളെ ഒരു റെസ്പെക്റ്റ് തലത്തിലേക്ക്, മറ്റുള്ളവർ ബഹുമാനിക്കത്തക്ക തലത്തിലേക്ക് ഒരു ഗവൺമെൻറ് കൊണ്ടുവരിക എന്ന് പറയുന്നത് അത് സ്ത്രീകൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അഭിമാനമുള്ളൊരു നേട്ടം തന്നെയാണിത്. സ്ത്രീകളെ ബഹുമാനിക്കുന്ന പുരുഷന്മാരെ സ്ത്രീകൾക്ക് ഭയങ്കര ബഹുമാനമായിരിക്കും. സ്ത്രീകളെ അവഹേളിക്കുന്ന പുരുഷനോട് സ്ത്രീകൾക്ക് പുച്ഛവുമായിരിക്കും. അപ്പം ഞാൻ മനസ്സിലാക്കിയ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്ന് കേരളത്തിലെ രാഷ്ട്രീയക്കാർക്ക് മൊത്തം കൊടുക്കുന്ന ഒരു സന്ദേശമായിരിക്കും അല്ലേ, സ്ത്രീകളുടെ ഒരു സന്ദേശമായിരിക്കും അത്. പൊളിറ്റിക്കലി എന്നല്ല, ഇപ്പം ഫാമിലിയിലാണെങ്കിൽ പോലും ഒരു ഭാര്യയെ അങ്ങേയറ്റം മനസ്സിലാക്കി റെസ്പെക്റ്റ് ചെയ്യും, സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഭർത്താവിനോട് സ്ത്രീക്ക് അങ്ങേയറ്റം സ്നേഹവും ബഹുമാനവുമായിരിക്കും. അത് തന്നെയാണ് നമ്മൾ രാഷ്ട്രീയപരമായിട്ട് കാണുകയാണെങ്കിലും നമ്മളെ തൊഴിൽപരമായിട്ട് കാണുമ്പോഴും നമ്മുടെ ഒരു MD നമ്മളുടെ കഴിവുകൾ അംഗീകരിക്കുക, നമുക്ക് കൂടുതൽ വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി തരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വിശ്വാസം, നമ്മുടെ കോൺട്രിബ്യൂഷൻ കൂടുന്നു. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ കണ്ടൊരു പിണറായി സാർ അല്ല, ഇപ്പൊ കാണുമ്പോൾ കുറെ കൂടി ഭയങ്കര ഫ്രണ്ട്ലി ആയി, എപ്പോഴും പ്ലസന്റ് ആയിട്ടിരിക്കും, ഭയങ്കര അതിശയം. ഇത്രയൊക്കെ മാറ്റം എങ്ങനെ? അപ്പോൾ സന്ധ്യ, ഇവർ രണ്ടുപേരും പറയുന്ന പശ്ചാത്തലത്തിൽ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ കേരള സമൂഹത്തിൽ ഒരു പുതിയ മാറ്റത്തിന് സാധ്യതയുണ്ടോ? മാറ്റം ആഗ്രഹിക്കുന്ന ഒരു സമൂഹമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. നേരത്തെ ചേച്ചി പറഞ്ഞ പോലെ ഒരു അല്ലാതെ പ്രതീക്ഷ നശിച്ച ഒരു സമൂഹത്തിൽ നിന്ന് വളരെയേറെ പ്രതീക്ഷയോടെയാണ് ഈ ഗവൺമെൻറ്റിനെ, ഈ സർക്കാരിനെ സമൂഹം ഒട്ടാകെ കാണുന്നത്, പ്രത്യേകിച്ച് സ്ത്രീകളും. ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ പ്രത്യേകതകൾ നമ്മൾ എപ്പോഴും ആലോചിക്കണം.
അവരുടെ വിദ്യാഭ്യാസം, വിദ്യാഭ്യാസ രംഗത്തെ അവരുടെ മുന്നേറ്റം. പക്ഷെ അതേസമയം അത്തരം ഗുണങ്ങളൊന്നും ഇന്നും ടാപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ അല്ലെങ്കിൽ സമൂഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് പരമമായ വാസ്തവമാണ്. കാരണം അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം ഇപ്പോൾ സർക്കാർ ഇന്നത്തെ പത്രത്തിൽ വന്ന സ്ത്രീപക്ഷ നിലപാട്, 2 മന്ത്രി പിന്നീട് ഏറ്റവും കീ പൊസിഷനുകളിൽ സ്ത്രീകൾ വന്നു എന്ന് പറയുന്നത് വളരെ സ്വാഗതാർഹമായൊരു കാര്യമാണ്. ഒപ്പം തന്നെ കേരളത്തിലെ ഒരു സമൂഹം സ്ത്രീ സൗഹൃദമായി വളർത്തിയെടുക്കേണ്ടതുണ്ട്. അതിനൊരു പക്ഷേ ഇന്നലെ വരെയുള്ള അപ്രോച്ച് ചിലപ്പം ആയിരിക്കില്ല നമുക്ക് വേണ്ടി വരുന്നത്. കാരണം സ്ത്രീകളുടെ പകുതിയിലധികം വരുന്ന സ്ത്രീകളിൽ 92% വിദ്യാഭ്യാസം ഉള്ള സ്ത്രീകളാണ്. അപ്പോൾ അവർക്ക് വേണ്ട തരത്തിലേക്ക് നമ്മുടെ ഗവേണൻസ് സംവിധാനങ്ങളെ അല്ലെങ്കിൽ അതിൻ്റെ പിന്നീട് പ്രവർത്തനങ്ങളെ മാറ്റേണ്ടി വരും. അതെങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? ലോക്കൽ തലങ്ങളിൽ മുതൽ ഇങ്ങ് തലപ്പത്ത് വരെ ഏത് തരത്തിലുള്ള മാറ്റമായിരിക്കണം നമുക്ക് ചെയ്യേണ്ടത്? സ്ത്രീക്ക് സന്തോഷമുള്ളൊരു സമൂഹം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ എല്ലാ രംഗത്തും, അത് അവളുടെ സൗകര്യങ്ങൾ സമൂഹത്തിൽ ഒരുക്കി കൊടുക്കുന്ന രീതിയിലാണെങ്കിൽ ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്ന പണം കൃത്യമായി സ്ത്രീകൾക്കും കൂടി ഗുണകരമാകുന്ന രീതിയിൽ അത് പ്രയോജനം ചെയ്യത്ത രീതിയിൽ ഉപയോഗിക്കുന്ന രീതിയിലായിരിക്കണം. അതുപോലെയുള്ള ഒരു പേഴ്സ്പെക്റ്റീവ് ഷിഫ്റ്റ് വളരെ അത്യാവശ്യമുണ്ട്. കാരണം നമ്മളിപ്പോഴും നേരത്തെ മാഡം പറഞ്ഞതുപോലെ ഒരു വിമൻ ബജറ്റിംഗ് വേണം എന്ന് പറഞ്ഞു. പക്ഷെ ആ വിമൻ ബജറ്റിംഗ് എന്ന് പറയുന്ന കാര്യം വെറും പേപ്പറുകളിൽ ഒഴുകാതെ നമ്മളിപ്പോഴും നോക്കിയാൽ അറിയാം 10% മിനിമം 10% എന്ന് പറയുന്ന വിമൻ കമ്പണൻറ്റ് പ്ലാൻ പോലും നമ്മൾ വെറുതെ ഒന്നെടുത്ത് നോക്കിയാൽ ആ വിമൻ കമ്പണൻറ്റ് പ്ലാനിൽ പോലും 6% ആവറേജ് ചിലവാക്കിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് നേരിട്ട് ഗുണം കൊടുക്കണം എന്ന് പറഞ്ഞ് സർക്കാർ സംവിധാനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന പദ്ധതികളിൽ സ്ത്രീകൾക്ക് കിട്ടിയിരിക്കുന്നത് വെറും 10% താഴെയുള്ള പണമാണ്, സർക്കാർ പണമാണ്. അതേസമയം പകുതിയിലധികം വരുന്ന സ്ത്രീകളെയും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പൈസ ലോട്ട് ചെയ്യുന്നത് ഓരോന്നിന്. അപ്പോൾ ഇതുപോലെയുള്ള ഈ രീതിയിലുള്ള ഒരു ഷിഫ്റ്റിംഗ് വളരെ അത്യാവശ്യം. പിന്നീട് ഒരുപാട് ഇപ്പം സുരക്ഷിതത്വത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ജിഷ ഏറ്റവും നീറി നിൽക്കുന്നൊരു ഇഷ്യൂ ആണ്. നമ്മൾ പുതിയൊരു പിന്നീട് സിസ്റ്റത്തെ അല്ലെങ്കിൽ പുതിയ കുറച്ച് പേരെ അത് അന്വേഷിക്കാനായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞു. പക്ഷേ സന്ധ്യ, ഞാൻ പറയട്ടെ, നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു സാധാരണ സാമ്പത്തിക ഉന്നമനം, സ്ത്രീകളുടെ സുരക്ഷിതത്വം എന്നൊക്കെ പറയുമ്പോൾ കേരളത്തിലെ സ്ത്രീകൾ ഇന്ത്യയിലെ മറ്റ് സ്ത്രീ സമൂഹത്തെ അപേക്ഷിച്ചിട്ട് വളരെ മുമ്പിൽ നിൽക്കുന്നവരാണ്, സാമ്പത്തികമായിട്ട്, വിദ്യാഭ്യാസപരമായിട്ട്, സാംസ്കാരികമായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകളുടെ ഉന്നമനം എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം ആന്ധ്രാപ്രദേശിലെയോ അതേപോലെ ഉത്തർപ്രദേശിലെയോ ബംഗാളിലെ പോലും ഗവൺമെൻറ് കാണുന്ന പോലെയുള്ള കാഴ്ചയല്ലല്ലോ കേരളത്തിലുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഗവൺമെൻറ്റിന് ആ ഉത്തരവാദിത്വം കുറച്ചും കൂടെ ഉയർന്ന നിലവാരത്തിലുള്ളതായിരിക്കണം. ഉറപ്പായും ഉയർന്ന നിലവാരത്തിലുള്ളത് തന്നെയായിരിക്കണം. ആ ഉയർന്ന നിലവാരത്തിലുള്ള ആ കാഴ്ചപ്പാട് എങ്ങനെയായിരിക്കും നമ്മൾ നടപ്പിലാക്കാൻ പോകുന്നത്? എങ്ങനെയാണ് നടപ്പിലാക്കുന്നത്? ഞാൻ പറയും, നല്ല സൗകര്യം ഉണ്ടാവണം, സുരക്ഷിതത്വം ഉണ്ടാവണം, സംരക്ഷണം ഉണ്ടാവണം, സാമ്പത്തിക മെച്ചമുണ്ടാവണം, സ്ത്രീകൾക്ക് സന്തോഷം ഉണ്ടാവണം, ഇൻഡിപെൻഡൻസ് വേണം. യെസ്, ഇത്രയും കാര്യങ്ങളെങ്കിലും മിനിമം നമുക്ക് സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ മാത്രമേ സ്ത്രീ സൗഹൃദമാണ് സമൂഹം, അല്ലെങ്കിൽ സ്ത്രീക്കും കൂടി ഒരു അനുകൂലമായൊരു ഗവേണൻസ് ആണ് ഇവിടെ നടക്കുന്നതെന്ന് നമ്മൾ പറയാം. മേരി ടീച്ചർ ആദ്യമേ പറഞ്ഞു, കമ്മ്യൂണിസ്റ്റുകാർ അതിന് വലിയ നേതൃത്വം കൊടുത്തിട്ടുണ്ട്, ഒരു സ്ത്രീ സൗഹൃദ സമീപനം സമൂഹത്തിൽ കൊണ്ടുവരുന്നതിൽ. ഇപ്പം നമുക്ക് KR ഗൗരിയമ്മയെ പോലെ, സുശീല ഗോപാലിനെ പോലെ ചരിത്രത്തിൽ തല ഉയർത്തി നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ, അവരൊക്കെ വലിയ ഭരണകർത്താക്കളുമായി. ഗൗരിയമ്മയാണെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആവേണ്ടതായിരുന്നു, ആ ഘട്ടം വരെ എത്തിയതാണ്. അതേപോലെ ക്രിസ്ത്യൻ സമുദായം കാലാകാലങ്ങളിൽ ആദ്യകാലം മുതൽ തന്നെ വലിയ വളർച്ച വിദ്യാഭ്യാസപരമായിട്ട് നേടി. ക്രിസ്ത്യൻ സ്ത്രീകൾ വളരെയധികം വലിയ ഉന്നത സ്ഥാനങ്ങളിലേക്ക് ആദ്യമേ ഒക്കെ കയറി. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് മേരി ടീച്ചറിനെ നമ്മൾ കാണുന്നത് കേരളത്തിലെ ഒരു വലിയ സാമ്പത്തിക വിദഗ്ധ എന്ന നിലയ്ക്ക്. അപ്പോൾ പക്ഷേ ഈ ഒരു സാമൂഹ്യമായോ രാഷ്ട്രീയമായോ ഈ ആനുകൂല്യം കിട്ടാത്ത സമുദായങ്ങളും കേരളത്തിലുണ്ട്, പിന്നോക്ക വിഭാഗങ്ങളുണ്ട്. നമ്മളിപ്പം കേരളത്തിൽ ഞാൻ റോഡിൽ കൂടെ പോകുമ്പോഴേ ഈ തൊഴിൽ പദ്ധതിയുടെ ഭാഗമായിട്ട്
സ്ത്രീകളാണ് ജോലി ചെയ്യുന്നത്, ആണുങ്ങളല്ല. അതിനൊരു കാരണമുണ്ട്. അതായത് തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് ജീവനോപാധിയായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു പ്രത്യേക നിയമം വഴിയായിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ ജീവനോപാധി എന്ന് പറയുമ്പോൾ തൊഴിലില്ലാത്ത കുടുംബങ്ങളിലെ തൊഴിലില്ലാത്ത വനിതയ്ക്കാണ് അവിടെ പ്രാമുഖ്യം. കാരണം ഒരു വനിതയുടെ കയ്യിൽ കിട്ടുന്ന ഇൻകം ഒരു കാരണവശാലും നഷ്ടപ്പെടുത്തി കളയുകയില്ല. അത് കള്ള് ഷാപ്പിൽ എവിടെയും പോവില്ല. അത് കുടുംബക്ഷേമത്തിന് വേണ്ടി തന്നെ. അത് പൊതുവെ സ്ത്രീകൾ അങ്ങനെയാണല്ലോ. ഇല്ല ടീച്ചർ, അതുകൊണ്ട് സംഭവിച്ച എന്താന്ന് പറയാ, പുരുഷൻ ജോലിക്ക് പോകാതെ ആയി തുടങ്ങി. അത് ഈ തൊഴിലുറപ്പ് പദ്ധതിക്ക് സംഭവിച്ച ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് അതായി. അല്ല, അതിന് ഞാൻ പറയണത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പുരുഷൻ, ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു DGPയോ മറ്റോ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നടക്കുന്ന വഴിയെ ഓരം ചാരിയിരുന്ന് വർത്തമാനം പറഞ്ഞും ചൂത് കളിച്ചും സമയം കളയുന്ന പുരുഷന്മാരെ കണ്ടാൽ ഏത് പ്രായമെന്ന് നോക്കാതെ തല്ലി ഓടിച്ച് പണിക്ക് പോടാന്ന് പറഞ്ഞ് വിടുമെന്ന്. അങ്ങനെ വിടാനുള്ള അതായത് ഇവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നറിയോ? 1 രൂപയ്ക്കാരി 2 രൂപയ്ക്കാരി ഇതൊക്കെ ആർക്കാ കൊടുക്കേണ്ടത്? ഇത് തമിഴ്നാട്ടിലുണ്ടെന്നും പറഞ്ഞ് ഇവിടെ കൊടുക്കേണ്ട കാര്യമില്ല. ഒരു സംസ്ഥാനത്തിലും അങ്ങനെ കൊടുത്തുകൂടാ. അത് ഒരു ഡിപ്പെൻഡൻസി സിൻഡ്രം, അതായത് ബെഗ്ഗിങ്ങിന് പോകുന്നതിന് തുല്യ. നമ്മൾ ആരും 1 രൂപയുടെ അരിക്ക് പോകുന്നില്ല, നമ്മുടെ അയൽവാസികൾ പോകുന്നില്ല, നമ്മുടെ വീട്ടിൽ സഹായിക്കാൻ വരുന്നവർ പോലും 1 രൂപയുടെ അരി മേടിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇതാരാ മേടിക്കുന്നത്? ഇതൊക്കെ റേഷൻ കടക്കാരും മറിച്ച് വിറ്റ് ലാഭം ഉണ്ടാക്കുക ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ജോലി ചെയ്യുക, അതായത് ഒരു ദിവസം ജോലി ചെയ്ത് 750 രൂപ ശമ്പളം കിട്ടുന്ന നാടായത്. ഇവർക്ക് എന്തുകൊണ്ട് ജോലിക്ക് പോയിക്കൂടാ? അപ്പം ഭാഗ്യലക്ഷ്മി ചോദിച്ചത് വളരെ ആപ്റ്റായിട്ടുള്ളൊരു ചോദ്യമാണ്. പക്ഷേ ഇത് കേരളത്തിൻ്റെ കേസ്. ഭാഗ്യലക്ഷ്മി അതേ സമയത്ത് കേരളത്തിന് വെളിയിൽ മറ്റ് ഇതര സംസ്ഥാനങ്ങളിൽ തീരെ കുറഞ്ഞ മിനിമം കൂലിയാണുള്ളത്. അപ്പോൾ അതിന് സ്ത്രീയും പുരുഷനും പോയാൽ പോലും ഒരു സാധാരണ രീതിയിൽ മാന്യമായ ജീവിതം ഒരു കുടുംബത്തിന് പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെ അത് തന്നെയുമല്ല, തൊഴിൽ ലഭ്യമല്ലാത്ത സാഹചര്യങ്ങളുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരു കുടുംബത്തിന് ജീവനോപാധി, അതായത് കുട്ടികൾ പോഷകാഹാര സമൃദ്ധം അല്ലെങ്കിൽ എന്തെങ്കിലും കഴിച്ചു കിടക്കട്ടെ എന്നുള്ള രീതിയിലാണ് അങ്ങനെ ഒരു നിയമം കൊണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ചർച്ചയിലേക്ക് തന്നെ പോകാം. ഈ ഒരു സാഹചര്യത്തിലാണ് തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നതും അതിലേക്ക് അതിലും വനിതകൾ ശാക്തീകരിക്കപ്പെടുകയുണ്ടായി. അവിടെയും ഈ സ്ത്രീകളാണ് ചെയ്യുന്നതെങ്കിൽ അവരൊന്നിച്ചു കൂടി നിൽക്കുകയും ഒന്നിച്ച് അവരുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഒരു കൂട്ടായ്മ, ആ കൂട്ടായ്മയിൽ നിന്നുണ്ടാകുന്ന സോഷ്യൽ ക്യാപിറ്റൽ, അതായത് എംപവർമെൻറ്റ്, അത് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അത് കുടുംബശ്രീ വഴി കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് വളരെയധികമായിട്ട്. അതുകൊണ്ടൊക്കെയാണല്ലോ ഈ പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മത്സരത്തിലേക്കൊക്കെ ധാരാളമായിട്ട് വനിതകൾ മുമ്പോട്ട് വരുന്നു. പക്ഷേ അവിടെ നമ്മൾ നേരത്തെ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും ഒരു പരിധി വരെ ഈ കാര്യത്തിൽ, ഞാൻ പറഞ്ഞല്ലോ, മാർക്സിസ്റ്റ് പാർട്ടിയിൽ വളരെ മാന്യമായി വളരെ വിശാലമായി മാനദണ്ഡങ്ങളോട് ചേർത്ത് ചിന്തിക്കുന്ന ഒരുപാട് നേതാക്കന്മാരുണ്ട്. പക്ഷേ അതേ സമയത്ത് അണികളെല്ലാം അങ്ങനെയല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മുടെ കേരളം എത്ര സുന്ദര കേരളമായി പോയേനെ. അപ്പോൾ ഇവിടെയും എന്താണെന്ന് വെച്ചാൽ, സ്ത്രീകൾ ഇപ്പം പഞ്ചായത്തുകളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷൻ്റെ ഇത് വരുമ്പോഴേക്കും ആർക്കാണ് കൊടുക്കുന്നത്? ഒരു സ്ത്രീക്ക് ഒരു പ്രാവശ്യം കൊടുത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ അവൾ നന്നായി പെർഫോം ചെയ്തു എന്ന് വന്നാൽ അടുത്ത പ്രാവശ്യം അവൾക്ക് കൊടുക്കില്ല. കാരണം ഇവൾക്ക് 2ഓ 3ഓ പ്രാവശ്യം സീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പുരുഷന്മാർക്ക് സീറ്റ് കിട്ടില്ല. കാരണം അവർ നന്നായി പെർഫോം ചെയ്യുന്നു. അതുകൊണ്ട് ജനം പറയും ഞങ്ങൾക്ക് ആ സ്ത്രീകൾക്ക് കൊടുക്കണമെന്ന്. അങ്ങനെ വരരുത്. അതിന് വേണ്ടിയിട്ട് അവരെ ചവിട്ടി താഴെ ഇട്ടിട്ട് വേറെ ഏതെങ്കിലും ഒരു പുരുഷന് കൊടുക്കും, അല്ലെങ്കിൽ ഒന്നിനും കൊള്ളില്ല എന്ന് ഉറപ്പുള്ള ഒരു സ്ത്രീക്ക് കൊടുക്കും. അതാണ് കേരളത്തിൽ സംഭവം. അത് എല്ലാ പാർട്ടിക്കാരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്ത്രീകൾക്ക് അല്ല, അതിനൊരു മാറ്റം ഇപ്പം മാർക്സിസ്റ്റ് പാർട്ടി കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മാറ്റം കൊണ്ടുവന്ന് ഈ മാറ്റത്തെയാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ആ വനിതാ പാർലമെന്റ് നടത്തിയത് മുതലുള്ള എല്ലാം വളരെ നന്നായിട്ട്. അതുപോലെ തന്നെ ഇപ്പം ഈ 2 വനിതാ മന്ത്രിമാരുണ്ടെന്ന് പറയും. അതായത് ഓൾ ഇന്ത്യ തലത്തിൽ നോക്കിയാൽ നമുക്ക് 66 മന്ത്രിമാരുള്ളതിൽ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ 66 മന്ത്രിമാരുള്ളതിൽ 8 പേര് മാത്രമാണ് വനിതകളുള്ളത്. അതുപോലെ 543 MP-മാരുണ്ട് നമുക്ക്. അതിൽ 62 പേര് മാത്രമാണ്, അതായത് 8% മാത്രമാണ് വനിതാ MP-മാരുള്ളത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ LDF ഗവൺമെൻറ് 140 MLA-മാരുടെ കൂട്ടത്തിൽ ഒരു 6-7 MLA-മാരുണ്ട്. 7ആണെന്ന് തോന്നുന്നു അല്ലേ നമുക്ക് വനിതകൾ? 8 MLA-മാരായിട്ടുണ്ട്. അതുപോലെ തന്നെ 2 മന്ത്രിമാർ വന്നു. ഇനി ഞാൻ പറയുന്നത്, ഈ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരുന്നത് പോലെ തന്നെ വനിതാ വകുപ്പ്, ഈ വനിതാ വകുപ്പ് പിന്നെ ഇവിടെ കൊണ്ടുവരുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം 2003 മുതൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊണ്ടുവരുന്ന ദേശീയ വനിതാ നയം 2011 ആ പുതുക്കിയ നയത്തിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാ സംസ്ഥാനങ്ങളും വനിതാ വകുപ്പ് കൊണ്ടുവരണമെന്ന്. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു ഫെഡറൽ സംസ്ഥാനത്തിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പെർമിഷൻ തീർച്ചയായിട്ടും വേണ്ട, എങ്കിൽ പോലും അതും കിടക്കുകയാണ്. അപ്പോൾ ഒരു വനിതാ വകുപ്പും കൂടി കൊണ്ടുവന്ന് കൂടുതൽ വനിതകളെ, അതായത് ഒരു വനിതാ മന്ത്രി കൂടി വരാം. നമുക്ക് മാഡം പറഞ്ഞതനുസരിച്ചിട്ട് നേരത്തെ പറഞ്ഞ പോലെ കണക്കുകൾ വെച്ചിട്ട്
ശരിയാണ്, ഇത്രയൊക്കെ ഉള്ളൂ, 8 MLA വരെ ഉള്ളൂ. 140-ൽ 140-ൽ അത് ആദ്യമായിട്ട് 2 മന്ത്രിമാരെ ആദ്യമായിട്ടാണ് വരുന്നത് ഇത്. 2 മന്ത്രിമാരേ ഉള്ളൂ. ഇപ്പോഴും മനസ്സിലാക്കാനുള്ളത് എത്ര പേർ രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രത്തിൻ്റെ പ്രവർത്തനമാണെന്ന് എത്ര സ്ത്രീകൾ മനസ്സിലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള അനുകൂലമായ സാഹചര്യം കേരളത്തിലുണ്ട്. കേരളത്തിൽ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരേപോലെ അതുപോലെയുള്ള നിരക്ഷരത, ഒരു രാഷ്ട്രീയ നിരക്ഷരത, അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഏതാണ്ട് ഒരുപോലെ തന്നെയുണ്ട്. പുരുഷന്മാർക്ക് ഈ യങ് ആയിട്ടുള്ള ആളുകളിൽ ഈ നിരക്ഷരത ഒരുപാടാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പത്രം കാര്യമായി വായിക്കാറില്ല. ഫേസ്ബുക്കാണ് അവരുടെ യഥാർത്ഥത്തിലുള്ള അവരെ കാര്യങ്ങൾ മനസ്സിലാക്കിപ്പിക്കുക. അതും ഒരാളുടെ ദൃഷ്ടികോണിൽ കൊണ്ട് ഒരാൾ എഴുതുന്ന സാധനമാണ്. അതേസമയം ഒരു അൺബയാസ്ഡ് ആയിട്ടുള്ള എല്ലാ മാധ്യമങ്ങളിൽ നിന്നും 2-3 മിനിമം വായിച്ച് തൻ്റെ അർത്ഥത്തിൽ അത് മനസ്സിലാക്കുകയും ആ ലോജിക്കൽ ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ടാക്കാൻ ഇന്നത്തെ യുവാക്കൾക്ക് പോലും കഴിയുന്നില്ല എന്നുള്ളപ്പോൾ പകുതിയിലധികം വരുന്ന സ്ത്രീകൾക്ക് രാഷ്ട്രീയ സാക്ഷരത എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതിൽ നിന്ന് ഇങ്ങനെ പെറുക്കിയെടുക്കുന്നവരിൽ നിന്നാണ് നമുക്ക് ഈ 8 പേരും ഈ 2 പേരും വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സർക്കാരിൻ്റെ ഒരു ഇത് ഈ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ എന്ന് പറഞ്ഞാൽ കൊടി പിടിക്കുക എന്നുള്ളതല്ല രാഷ്ട്രീയ പ്രവർത്തനം. പകരം എന്താണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് കൃത്യമായ രീതിയിൽ നിർവചിച്ചുകൊണ്ട് പഠിപ്പിക്കാൻ, അത് ഒരു സർക്കാർ തലത്തിൽ നിന്നുള്ള ഒരു പോളിസി ആയിട്ട് തന്നെ വരണം. ലോക്കൽ തലങ്ങളിൽ എന്താണ് രാഷ്ട്രീയ പ്രവർത്തനം, അതിൽ എത്രമാത്രം സ്ത്രീകൾ ഉണ്ടാവണം. ഇത് പറയുമ്പോൾ നമ്മൾ പറയും നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളിൽ ഗ്രാമസഭകളിൽ പങ്കെടുക്കുന്ന മുഴുവൻ പേരും സ്ത്രീകളാണ്. നമുക്ക് കണക്കുപയോഗിച്ച് ഇതിനെ എന്ത് ചെയ്യാം, ഈ യാഥാർത്ഥ്യത്തെ അടിക്കാം. പക്ഷെ ആ ഗ്രാമസഭയിൽ വരുന്ന സ്ത്രീകൾ എത്ര പേരാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തെ ആ രീതിയിൽ കാണുകയും ഒരു രാഷ്ട്ര നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പ്രവർത്തനത്തിലാണ് നമ്മളിപ്പം ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത്. മുമ്പൊക്കെ നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് ധാരാളം പെൺകുട്ടികൾ KSUവിലാണെങ്കിലും SFIയിലാണെങ്കിലും പ്രവർത്തിക്കാനുണ്ടായിരുന്നു. അവിടെ വരെ ഉണ്ടാവുള്ളൂ. അത് കഴിയുമ്പോൾ പിന്നെ കുടുംബം അത് നോക്കിയായിട്ട് പോകും. അതിൽ നിന്ന് ഈ പറയുന്ന മാതിരി 100 പേരുണ്ടെങ്കിൽ അതിന് ഒരാളൊക്കെ മുൻനിര. ഇപ്പൊ അത് ഇല്ല. ഇവിടെ ഇപ്പൊ വേറെ ഉണ്ടായിരിക്കുന്നുണ്ട്. ഇപ്പൊ 33% എന്ന് പറയുമ്പോൾ ഇപ്പൊ പ്രത്യേകിച്ച് ഇത് സ്ത്രീകളുടെ വാർഡാണ് എന്ന് തിരഞ്ഞെടുപ്പ് കാലത്ത് പ്രഖ്യാപിക്കുമ്പോൾ ഭർത്താവ് ചിലപ്പോൾ രാഷ്ട്രീയത്തിലുള്ള വ്യക്തിയായിരിക്കും. പുള്ളി വിചാരിക്കും എനിക്കെന്തായാലും ഇവിടെ മത്സരിക്കാൻ പറ്റും, സ്ത്രീകളുടെ വാർഡാണ്, എന്നാൽ പിന്നെ ഞാൻ എൻ്റെ ഭാര്യയെ ഇറക്കിക്കളയാം. ഈ ഭാര്യയ്ക്ക് നേരത്തെ ഈ പറഞ്ഞ മാതിരി രാഷ്ട്രീയാവബോധം എന്ന് പറയുന്ന ലെവലേശം ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോഴാണ് ആ പഞ്ചായത്ത് അല്ലെങ്കിൽ ആ വാർഡിൽ പരാജയം സംഭവിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പല പ്രാവശ്യം പല ചർച്ചകളിലും പറഞ്ഞിട്ടുണ്ട്, ഒരു സ്ത്രീക്കാകട്ടെ ഒരു പുരുഷനാകട്ടെ ഒരു സീറ്റ് കൊടുക്കുമ്പോൾ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അവരുടെ വ്യക്തമായ അവരുടെ പഞ്ചായത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ എന്താണ് സമൂഹത്തിന് വേണ്ടി അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനു മുമ്പ് നിങ്ങൾ ഇത്തരം ഒരു അന്വേഷണം അല്ലെങ്കിൽ ഒരു വിശകലനം നടത്തിയതിന് ശേഷം ഇങ്ങനെയുള്ള സ്ത്രീകളെ കൊണ്ടുവന്നാൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നമ്മൾ അത് നോക്കുമ്പോഴത്തേക്ക് അത് നമ്മൾ കുറച്ചുകൂടെ ഒരു പിന്നെ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചുകൊണ്ട് സ്ത്രീകൾ എല്ലാ തിരഞ്ഞെടുപ്പിലും മത്സരിക്കാൻ വന്ന എല്ലാ സ്ത്രീകളും അതുപോലെയാണ് അല്ലെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഒരുപോലെ ആ രീതിയിലാണ് പെരുമാറുന്നത്. എനിക്ക് അങ്ങനെ വിശ്വാസമില്ല. നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. ഭാഗ്യലക്ഷ്മി പറഞ്ഞതിനോടാണ് ഞാൻ യോജിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഏത് ഒരു ചോട്ട കമ്പനിക്ക് വരെ ഒരാളെ എടുക്കണമെന്നുണ്ടെങ്കിൽ, ഉദ്യോഗസ്ഥയെ എടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും നല്ല നിലയിലുള്ള ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. ഇത് ഡെമോക്രസി എന്ന് പറയുന്നത് ജനങ്ങളാൽ തന്നെ ജനങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുത്ത് ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന ഒരു ഗവൺമെൻറ് വരേണ്ടതാണ്. തദ്ദേശ സ്വയംഭരണം എന്ന് പറയുന്നത് ഗവൺമെൻറ് തന്നെയാണ്. അങ്ങനെയുള്ള ഒരു ഗവൺമെൻറ്റിലേക്ക് അത് അസംബ്ലി, തദ്ദേശ സ്വയംഭരണമാകട്ടെ, അസംബ്ലി ആകട്ടെ, പാർലമെൻ്റ് ആകട്ടെ, അങ്ങോട്ട് സ്ഥാനാർത്ഥികളെ എടുക്കുമ്പോൾ അവർ ഈ സമൂഹത്തിനെ എങ്ങനെ കാണുന്നു, ഈ സമൂഹത്തിന് വേണ്ടി ജനാധിപത്യപരമായിട്ട് എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്ന കാര്യം തീർച്ചയായിട്ടും അറിയേണ്ടതാണ്. പെണ്ണിനും ഒരുപോലെ വേണം. അത് വേണം. സ്ത്രീക്കും മാത്രമായിരിക്കരുത്. അതെ, അത് ഒരുപോലെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പിണറായി ഗവൺമെൻറ് ഒരു സ്ത്രീ പക്ഷ കാഴ്ചപ്പാട്. ഈ വിഷയത്തിൻ്റെ 2ാം ഭാഗം അടുത്ത ആഴ്ച ഇതേ സമയത്ത്. വട്ടമേശ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ മേരി ജോർജ്, ഭാഗ്യലക്ഷ്മി, SN സന്ധ്യ.